കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കടവന്ത്ര, വൈറ്റില ഭാഗങ്ങളൊക്കെ വലിയ ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നു. ജനജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഈ കാനകളൊന്നും കൃത്യമായി വൃത്തിയാക്കാത്തതുമൊക്കെ ഈ ബുദ്ധിമുട്ടിന് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. റിയ ബേബി അടുത്ത വിവരങ്ങൾ പങ്കുവയ്ക്കും. കൊച്ചി നഗരത്തിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കലൂർ ആസാദ് റോഡിൽ ആസാദ് റോഡിന്റെ വഴികളിൽ ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടായെങ്കിലും ഇത്തവണ അതിരൂക്ഷമായി തന്നെ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണിത് പലയിടത്തുമുള്ളത്. ആളുകൾ വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്നു. ആസാദ് റോഡ് ഭാഗത്താണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിലും സമാനമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. MG റോഡ് അടക്കം പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വലിയ ദുരിതമാണല്ലേ കൊച്ചിയിൽ ഇത്തവണ വെള്ളം കയറി? അതെ ഭയങ്കര ഒരു 2-3 മണിക്കൂറായിട്ട് നല്ല മഴയാണ്. അപ്പം വെള്ളം എല്ലാ റോഡിലും വെള്ളം കയറിയേക്കാണ്. ചെറിയ ഇട റോഡിലൊക്കെ നിറച്ചും വെള്ളമാണ്. ഇപ്പം നടക്കാനൊക്കെ വലിയ പാടാണ്. ഉള്ള വേസ്റ്റ് എല്ലാം ഈ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓടൊന്നും വെള്ളത്തിൽ കൂടെ ഒക്കെ ഒഴുകി വരുന്നുണ്ട്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം. പെട്ടെന്നുള്ള മഴ ഭാഗം ആസാദ് റോഡൊക്കെ എപ്പോഴും വെള്ളം കയറുന്ന ഇടമാണ്. പ്രത്യേകിച്ച് ഈ ഏരിയ എപ്പോഴും വെള്ളമുള്ള സ്ഥലം തന്നെയാണത്. നേരത്തെ ജോലികളൊന്നും പൂർത്തിയായില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ ഇനിയിപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, കൈക്കുഞ്ഞുമായി ഒരാൾ നടന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമായി മാറിയിരിക്കുന്നു. വാഹനത്തിൻ്റെ ഏതാണ്ട് വെള്ളം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളടക്കം വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. MG റോഡ് ഒപ്പം തന്നെ KSRTCയുടെ പരിസരം അടക്കം നിരവധി ഇടങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ അല്പം വെള്ളക്കെട്ടിന് ആശ്വാസമുണ്ടെങ്കിൽ ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ടതിന് സമാനമായി തന്നെ വെള്ളം പല റോഡുകളിലും ഇടറോഡുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമാണ്. ആളുകൾ വലിയ പകർച്ചപ്പനികളടക്കം ഭീതിയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ മഴ പെയ്യുകയും വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയും ചെയ്താൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ വലിയ പ്രയാസം അനുഭവപ്പെട്ട് വാഹനങ്ങൾ തള്ളി നീക്കി കൊണ്ടുവരുന്നത്. ഇതെന്തൊരു ഗതികേടാന്ന് കൊച്ചിക്കാർ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴും അതേ ദുരിതം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ മിക്ക ഇടറോഡുകൾ, MG റോഡ് അടക്കമുള്ള പ്രധാന റോഡുകളൊക്കെ വെള്ളക്കെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ചു നേരത്തിലധികമായി മഴ രൂക്ഷമായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണിത് കൊച്ചിയിലെ മിക്ക ഇടറോഡുകളിലും വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ഒരു രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല. ഇവിടുത്തെ സർക്കാരിന്റെ ഗുണമാണ് ഈ കാണുന്നത്. കാനകളും വൃത്തിയാക്കിയിട്ടില്ല, ഒന്നുമില്ല. എന്ത് വെള്ളക്കെട്ടാണ് ഇവിടെ ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഒരു 1/2 കിലോമീറ്ററാണ് വണ്ടി തള്ളിക്കൊണ്ട് വരുന്നത്. വണ്ടി ഓഫായത് മുട്ടിനൊപ്പം മേലെ വെള്ളമുണ്ട്. ഇതേ ഗതിയാണ് ഇപ്പൊ എത്ര നാളായിട്ട് ഈ വെള്ളക്കെട്ട് ഇവിടെ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വഴി നമുക്ക് രാത്രി പോകാൻ പറ്റില്ല. ഒരു അത്യാവശ്യത്തെ വന്ന രാത്രി എന്ത് ചെയ്യും നമ്മൾ? ഇതാണ് കൊച്ചിയിലെ ആളുകൾ പറയുന്നത്. ചേട്ടനിപ്പോ വണ്ടി തള്ളിക്കൊണ്ട് സാധനങ്ങൾ, ഇത്രയും സാധനങ്ങളുമായി ഈ ഇരുചക്ര വാഹനം ഏതാണ്ട് 1/2 കിലോമീറ്ററോളം തള്ളിക്കൊണ്ട് വരികയായിരുന്നു. വെള്ളം റോഡുകളിൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണല്ലേ? ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ അടക്കം, ആളുകളടക്കം വെള്ളക്കെട്ടിലൂടെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. കൊച്ചിയിലെ മിക്ക റോഡുകളിലും സ്ഥിതി ഇതാണ്. പ്രധാന റോഡുകളിലെ ഇടറോഡുകളിലൊക്കെ വെള്ളം കയറി ആളുകൾ ദുരിതത്തിലായിരിക്കുന്ന ഒരു കാഴ്ച ആദ്യ മഴയിൽ തന്നെ കൊച്ചി നഗരത്തിൽ ആളുകൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതാണ്ട് 1 മണിക്കൂറോളം മഴ കനത്ത് പെയ്യുകയായിരുന്നു. ആ മഴയിലാണ് ഇങ്ങനെ കൊച്ചി നഗരത്തിന്റെ മിക്ക ഇടറോഡുകൾ, പ്രധാന റോഡുകളിലൊക്കെ വെള്ളം കയറിയത്. അതായത് ഈ ശുചീകരണ ജോലികളൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തിയാക്കിയിരുന്നു എന്നൊരു ചോദ്യം കൂടിയാണ് ഈ വെള്ളക്കെട്ട് മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയൊന്ന് ആഞ്ഞു പെയ്താൽ, ഒരു മണിക്കൂർ മഴ പെയ്താൽ തിരുവനന്തപുരം, കൊച്ചിയും, പ്രത്യേകിച്ച് ഈ 2 നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മഴയുടെ ശക്തി കൂടിയിട്ടുണ്ട്. 1 മണിക്കൂറിൽ പെയ്യുന്ന അത്ര അളവ് വർദ്ധിച്ചു എന്നതൊക്കെ സത്യമാണ്. പക്ഷേ ഈ ദുരന്തം കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ മഴക്കാലത്തിന് മുന്നോടിയായി എടുക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട പണികൾ വൃത്തിക്ക് ചെയ്തില്ല, വേണ്ട വിധത്തിൽ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തങ്ങളൊക്കെ ഇത്രയും പ്രശ്നമായി മാറുന്നത്. മഴയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ അധികൃതർ ഇരിക്കുകയും ചെയ്യും.